ഹോട്ടലിൽ വെച്ച് സംസാരിക്കേണ്ട ഏതാനും ചില ഡയലോഗുകൾ നമുക്കൊന്ന് പഠിക്കാം. ഹോട്ടലിൽ വെച്ച് ഹിന്ദിയിൽ സംസാരിക്കേണ്ട. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ആദ്യമായി അവിടുത്തെ വെയിറ്ററോട് ചോദിക്കുകയാണ്, മുജേ ഏക് സമൂസ ഏക് കോഫി ബി ദീജിയെ. ഓക്കെ, മുജേ ഏക് സമൂസ അവർ കോഫി ബി ദീജിയെ. ഇത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു പാറ്റേൺ പഠിച്ചിട്ട് തുടക്കക്കാർ ഒന്നും അറിയാത്തവർ മുജേ എന്നുള്ള അങ്ങനെ തന്നെയാണ്, ഏക്ക് അങ്ങനെ തന്നെയാണ്, സമൂസ എന്നുള്ള മാറ്റിക്കോടി, അത് മാറ്റി മുജേ ഏക്ക് ദാൽ അവർ ഏക്ക് റൊട്ടി ബി ദീജിയെ, ഏക്ക് ദാൽ ഏക്ക് റൊട്ടി ദീജിയെ. എനിക്കൊരു ദാലും റൊട്ടിയും ചെയ്തു. ഇനി അതിനെ മാറ്റിയിട്ട് ഒന്നുകൂടി എനിക്കൊരു ചിക്കനും എനിക്ക് പൊറാട്ടയും ചിക്കനും വേണം. ഭായ് സാബ് മുജേ ദോ പൊറാട്ട ഏക്ക് ചിക്കൻ കറി ബി ദീജിയെ. മുജേ, അപ്പോൾ ആ ഒരു പാറ്റേൺ മാറ്റണ്ട. മുജേ ഏക്ക് പൊറാട്ട ഏക്ക് റൊട്ടി ഏക്ക് ദോ പൊറാട്ട, മുജേ ദോ പൊറാട്ട ഏക്ക് ചിക്കൻ കറി, ദോ പൊറാട്ട चाहिए ना, ദോ പൊറാട്ട ഏക്ക് ചിക്കൻ കറി, കറിക്ക് കറി എന്നാ പറയുക. സാലൻ എന്നും പറയാറുണ്ട്. മുജേക്ക് സാലൻ ചാഹിയെ മുറുകിക്ക്, ചിക്കൻ മുറുകി എന്നാ പറയുക, മുറുകിക്ക് സാലൻ ചാഹിയെ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താണ് വേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ആപ്കോ ക്യാ ചാഹിയെ മുജേ ഏക്, അത് നമ്മളെല്ലാവർക്കും അറിയാവുന്നതാണ്. ലേഡീസിന് അഥവാ ഒന്നും അറിയാത്ത സാധാരണക്കാർക്ക് ഒരു ഹോട്ടലിൽ ചെന്ന് ഹിന്ദിക്കാരോട് സംസാരിക്കാനുള്ള അറിവാണ് ഞാൻ തരുന്നത്. ഓക്കെ, അപ്പം മുജേ, അതല്ലെങ്കിൽ നമ്മളെല്ലാവരും ഉണ്ട്, ഹമേ അല്ലെങ്കിൽ ഹംകോ, അല്ലെങ്കിൽ എനിക്കാണ് മേരക്കു, മുജേ എന്നാണ് മേരക്കു. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റിക്കോളി. മേരക്കു ഏക്ക് ബിരിയാണി ചാഹിയെ, മേരക്കു ഏക്ക് ബിരിയാണി ദേദോ, അങ്ങനെയാണ് അങ്ങനെ കൊടുക്കാം. അപ്പം അതിനൊന്ന് മാറ്റാം നമുക്ക്. മേരക്ക് ബിരിയാണി ദേദോ, മുരേക്ക് ചേക്ക് മുറുകി ബിരിയാണി, മുറുകിക്ക് ബിരിയാണി, അതോ ചിക്കൻ ബിരിയാണി ദേദോ. നമ്മളൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി. ഏക്ക് ചിക്കൻ ബിരിയാണി ദേദോ, ഏക്ക് മട്ടൻ ബിരിയാണി ദേദോ, ഏക്ക് മട്ടൻ സൂപ്പ് ദേദോ, ഏക്ക് മട്ടൻ സാലൻ ദേദോ, ഏക്ക് മട്ടൻ സാലൻ ദേദോ. അച്ഛാ, ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞൂടെ. അപ്പോൾ ഇനി മീനാണ് വേണ്ടത്. ബൈസ മുജേക്ക് മച്ചി ചാഹിയെ, മച്ഛലിയാണ് ആ സാധനം. പക്ഷെ മച്ഛലിക്ക് സാലൻ ചാഹിയെ, ഈ മച്ഛലി ചാഹിയെ, മച്ചി എന്നാൽ സാധാരണ കേൾക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഏക്ക് പൊറാട്ട ഏക്ക് മച്ചി ഫ്രൈ, അതായത് മീൻ പൊരിച്ചത്. എനിക്ക് ഓംലേറ്റ് ചെയ്തോ, അണ്ട കറി. അണ്ട എന്ന് പറയുന്നത് എന്താണ്? മുട്ടയാണ്. അണ്ട സാലന, ഏക്ക് അണ്ട ബോയിൽഡ് അണ്ട ചാഹിയെ, നെയ് തു മുജേ ഏക്ക് ഓംലേറ്റ് ചാഹിയെ. ഇങ്ങനെയൊക്കെ പറയാവുന്ന. അപ്പോൾ ഇതൊക്കെ ഹോട്ടലിൽ നിങ്ങൾക്ക് പറയാൻ പറ്റിയ വാക്കുകളാണ്. ഇത്തരം വാക്കുകൾ സിമ്പിളായിട്ടാണ് പറയുന്നത്. ആർക്കും പഠിക്കാൻ പറ്റിയ ഈ ഒരു ഹിന്ദി ഭാഷ നിങ്ങളെ ഓരോരോ കാര്യങ്ങളിലൂടെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ അറിവ് നേടുന്നതിന് ഹിന്ദി യൂണിയൻ നിങ്ങൾ ഫോളോ ചെയ്യുക. ധന്യവാദ്, ബഹുത് ശുക്രിയ.